ഇപ്പോൾ കെ കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണുണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദമാണല്ലോ വലിയ ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ തെറ്റുതിരുത്തലൊക്കെ വരുമ്പോൾ വീണ്ടും ആ ഫണ്ട് വിവാദം അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് നിങ്ങൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പോൾ അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പോൾ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊന്നും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു, അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ച് കാലമായി അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പാർട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ G. സുധാകരൻ, അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്. ഇത് കൂടിക്കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി എത്തിച്ചേരും. അത് ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിക്കാൻ ഇടയാക്കും എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറായാൽ അത്രത്തോളം നല്ലത്. പയ്യന്നൂരിലെ CPM നേതാക്കളുടെ കുറേ ഫോട്ടോകൾ വെച്ച് ഒരു സൈബർ പ്രചരണം നടക്കുന്നത്. ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഒറ്റുകാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. V. കുഞ്ഞികൃഷ്ണനെ സഹായിച്ച ഒറ്റുകാർ ഇവരാണ്, ഇവരെ തിരിച്ചറിയ, ഇവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. എല്ലാത്തിലും സത്യമുണ്ടോ? ഇവരെന്നെ സഹായിച്ചതിന് ഒരു തെളിവും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പോസ്റ്റർ അവരിറക്കാൻ കാരണമായി ഞാൻ കാണുന്നത് ഈ ഫണ്ട് വിവാദം നടന്നപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അനുകൂലമായിരുന്നു ഇവരെല്ലാവരും. V. കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപജയം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും സെക്രട്ടറിയെ മാറ്റിയിട്ട് കാര്യമില്ല എന്നും CPM സ്വയം തിരുത്തണം എന്നുമൊക്കെ അദ്ദേഹം എന്തായാലും വലിയ വിമർശനങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.